നമുക്കിന്ന് പാവയ്ക്ക് പറിച്ചാലോ? പറമ്പിൽ 2-3 പാവയ്ക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പൊതുവേ എനിക്ക് ഈ പാവയ്ക്ക എന്ന് പറയുന്ന പച്ചക്കറിയോട് അത്ര താല്പര്യമുള്ള ആളെന്നല്ല. മെയിൻ കാരണം അതിന്റെ കയ്പൊക്കെ തന്നെയാണ്. ആകെ ഞാൻ കഴിക്കുന്നത് പാവയ്ക്ക കൊണ്ടാട്ടം മാത്രമാട്ടോ. പിന്നെ പാവയ്ക്ക അച്ചാറും എനിക്ക് ഇഷ്ടമാണ്. അമ്മയുടെ അനിയത്തി ആൻറ്റി നന്നായിട്ട് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കൂട്ടോ. വീട്ടിൽ എപ്പോൾ പാവയ്ക്ക ഉണ്ടായാലും അത് ഒലത്തലാട്ടോ പതിവ്. കാരണം അമ്മച്ചിക്കും പപ്പയ്ക്കും ഷുഗർ ആയതുകൊണ്ട് അവർക്ക് പാവയ്ക്ക ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതൊക്കെയാണ്. നല്ല നാടൻ പാവയ്ക്ക എവിടെയെങ്കിലും വിൽക്കണ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി കുറച്ച് പാവയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് വരും. അതിൽ നിന്ന് നല്ല മൂത്ത പാവയ്ക്കയുടെ വിത്തെടുത്ത് മാറ്റി വെച്ചിട്ട് മുളപ്പിക്കാൻ നോക്കൂട്ടോ. അങ്ങനെ കുറേ മുളച്ചേന്ന് ഒരെണ്ണം മാത്രമായിട്ടോ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വന്നത്. അതിൽ നിന്ന് ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യമായിട്ടോ നമ്മൾ ഇതേപോലെ പാവയ്ക്ക് മുറിച്ചെടുക്കണേ. അത്യാവശ്യം വെയിലും തണലുള്ള സ്ഥലത്തായിട്ടോ ഈ പാവയ്ക്കത്തായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെൽത്തിന് യാതൊരു കുറവുമില്ല. നല്ലോണം പടർന്നിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റും കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കാറ്. അമ്മയ്ക്കും പപ്പയ്ക്കും ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാവയ്ക്കയുടെ തൈ എവിടെയെങ്കിലും മുളച്ച് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേഗം കൊണ്ട് പറിച്ച് മാറ്റി നടുട്ടോ. അതാവുമ്പോൾ പാവയ്ക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിന് നല്ല ഫ്രഷ് ആയിട്ടൊരു പാവയ്ക്ക് പറിച്ച് കറി വെച്ച് കഴിക്കാമല്ലോ.